നെയിമിങ് ഓഫ് ആൽക്കെയിൻസ്, മോർ എക്സാമ്പിൾസ്. നമ്മൾ ആൽക്കെയിൻസിൻ്റെ നെയിമിങ് ആക്ച്വലി കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ആൽക്കെയിൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. CH3 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 CH3. ഓക്കെ, ഇതിന് നമുക്കൊന്ന് പേരിട്ട് നോക്കാം. ഒരു സിമ്പിൾ ഹൈഡ്രോ കാർബൺ ആണ്, ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ പേരെന്നിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ നോക്കിയാലും ഇതിന് 3 കാർബണാണ് വരിക. നോക്കിയാൽ 1 2 3 1 2 3 1 2 3 ഏത് ചെയിൻ എടുത്താലും നമുക്ക് 3 കാർബൺ ആറ്റംസ് ആണ് വരിക. അതുകൊണ്ട് ഞാൻ നേരെയുള്ള ചെയിൻ എടുക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ നമ്പർ ചെയ്യുക എന്നുള്ളതാണ്. 1 2 3 1 2 3. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ പേരിടുക? ഏത് കാർബണിലാണ് ബ്രാഞ്ച് വന്നിരിക്കുക? രണ്ടാമത്തെ കാർബണിൽ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഉണ്ടുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിൽ തന്നെ വേറൊരു മീഥൈൽ ഗ്രൂപ്പ് അല്ലേ. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എണ്ണുമ്പോഴും സെയിം ആണ് വരിക. രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്. ഞാനത് എഴുതുന്നില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും സെയിം ആണ്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എഴുതുക? 2 ഡൈമീഥൈൽ അല്ല, രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. സോ 2 ഡൈമീഥൈൽ ഇങ്ങനെയാണ് കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പം ഇതിന്റെ പേരെങ്ങനെയാണ് നമ്മൾ എഴുതുക? 2 ഡൈമീഥൈൽ 3 കാർബണുള്ള ഹൈഡ്രോ കാർബണിനെ എന്താ വിളിക്കുക? പ്രൊപ്പൈൻ. അപ്പൊ ഇതിന്റെ പേര്, കോമ്പൗണ്ടിന്റെ പേര് 2 ഡൈമീഥൈൽ പ്രൊപ്പൈൻ. വേറെ എക്സാമ്പിൾ നോക്കാം. CH3 CH2 CH2 CH3. സോറി, ഇത് CH3 ആണ്. CH3 CH2 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 CH3 CH3. ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെയാണ് പേരിടുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കാൻ നോക്കിയേ. ഓക്കെ, അപ്പം എങ്ങനെ നോക്കിയാലും ഇതാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇങ്ങനെ എണ്ണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റംസ് വരിക. 1 2 3 4 5 6 7 8 8 കാർബൺ ആറ്റംസ് വരും. ഇങ്ങനെ എണ്ണിയാലും നമുക്ക് 8 എണ്ണം കിട്ടും. 1 2 3 4 5 6 7 8. അപ്പോൾ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇനി നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പോൾ നമുക്ക് ആദ്യം മോളിൽ നിന്ന് താഴോട്ട് എണ്ണുന്ന സമയത്ത് മൂന്നാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. 3-ൽ ഒരു ഈഥൈൽ ഉണ്ട്. 3-ൽ തന്നെ നോക്കി, 3-ൽ തന്നെ വേറൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനിയും 3 4 5 6 6-ലൊരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. 6-ലൊരു മീഥൈൽ ഗ്രൂപ്പ്. ഇനി തിരിച്ചെണ്ണുന്ന സമയത്ത്, ഇവിടെ നിന്ന് എണ്ണുന്ന സമയത്ത് 1 2 3 3-ലൊരു മീഥൈല, 4 5 6-ലൊരു മീഥൈല, 6-ൽ തന്നെ ഈഥൈല, 6-ലെ മീഥൈല, 6-ലെ ഈഥൈല. അപ്പൊ ഇതിലേത് നമ്മൾ സെലക്ട് ചെയ്യും? നമ്മൾ ആഡ് ചെയ്ത് നോക്കണം. 6 + 3 + 3 12, 6 + 6 12 + 3 15. അപ്പം 12 ആണ് ചെറുത്. സോ 6 3 3 എടുക്കണം. ഇതിൽ നമുക്ക് ഈ മീഥൈൽ രണ്ടും കമ്പൈൻ ചെയ്യാം. 3,6 ഡൈമീഥൈൽ എന്ന് കമ്പൈൻ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് ഒരു 3 ഈഥൈൽ ആണ്. ഇവരിൽ ആരെ ആദ്യം എഴുതും? നമ്മൾ ഈഥൈലിനെ ആദ്യം എഴുതും. കാര്യം എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് ഈഥൈൽ ആണ്. സോ ഈഥൈൽ ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഇവരുടെ പേര് എഴുതുക? ആദ്യം ഈഥൈൽ എഴുതണം. സോ 3 - ഈഥൈൽ
3,6 dimethyl. മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 8 എണ്ണം. സോ ഒക്ടൈൻ. അപ്പോൾ ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. CH3, CH2, C, CH3, CH3, C, CH3, CH2, CH3, CH, CH2, CH3, CH2, 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 CH3. അപ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഓക്കെ, ഇതാണ് ലോങ്സ്റ്റ് ആയിട്ട് നമുക്ക് വരിക. അപ്പോൾ നമ്പർ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 1, 2, 3, 4, 5, 6, 7, 8, 9. ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എണ്ണാണ്. ഏതൊക്കെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിരിക്കുന്നത് നോക്കാം. മൂന്നാമത്തെ കാർബണിൽ ഒരു മീത്തൈല്, മൂന്നാമത്തെ കാർബണിൽ തന്നെ വേറൊരു മീത്തൈല്, നാലാമത്തെ കാർബണിൽ ഒരു മീത്തൈല്, നാലാമത്തെ കാർബണിൽ ഒരു ഈത്തൈല്, അഞ്ചാമത്തെ കാർബണിൽ ഒരു ഈത്തൈല്. ഇനി തിരിച്ചെണ്ണി നോക്കാം. ഒന്നിലൊന്നുമില്ല, രണ്ടിലില്ല, മൂന്നിലില്ല, നാലിലില്ല, അഞ്ചിലൊരു ഈത്തൈല്, അഞ്ചിലൊരു ഈത്തൈല്, ആറിലൊരു മീത്തൈല്, ആറിൽ തന്നെ ഒരു ഈത്തൈല്, ഏഴിലൊരു മീത്തൈല്, ഏഴില് ഒരു മീത്തൈല്, ഏഴില് തന്നെ വേറൊരു മീത്തൈല്. കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആഡ് ചെയ്ത് നോക്കണം. 3, 3, 6, 4, 10, 4, 14, 5, 19, 5, 6, 11, 6, 17, 24, 7, 31. ഏതാണ് ചെറുത്? 19 ആണ് ചെറുത്. സോ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇതാണ്. ഇനി കുറേ മീത്തൈലിനെ നമുക്ക് കമ്പൈൻ ചെയ്യാനുണ്ട്. ഇത് മൂന്നും നമുക്ക് കമ്പൈൻ ചെയ്യണം, ഇത് രണ്ടും കമ്പൈൻ ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതുക? 3,3,4 ട്രൈമീത്തൈൽ. മീത്തൈലിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. 3,3,4 ട്രൈമീത്തൈൽ. ഈത്തൈലിനെ കമ്പൈൻ ചെയ്യുമ്പോൾ 4,5 ഡൈഈത്തൈൽ. അപ്പോൾ ഇവരിൽ ആരെ ഇനി ആദ്യം എഴുതും? നമ്മൾ ഈത്തൈലിനെ ആദ്യം എഴുതും. കാരണം എമ്മും ഇയും നോക്കുമ്പോൾ ഇ ആണ് ആദ്യം വരിക. സോ 4,5 ഡൈഈത്തൈൽ, 3,3,4 ട്രൈമീത്തൈൽ. ഇനിയും ഈ കാർബണിൽ ഈ മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 9 എണ്ണം ഉണ്ട്. 9നെ നൺ എന്നാണ് വിളിക്കുക. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നണ്ണൈൻ. സോ 4,5 ഡൈഈത്തൈൽ, 3,3,4 ട്രൈമീത്തൈൽ, നണ്ണൈൻ.